ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ നമ്മൾ പണം മാത്രമല്ല സമയവും പാഴാക്കുകയാണ്. ഇതേ ഭക്ഷണം ഇതേ അടുക്കളയിൽ കുറഞ്ഞ ഗ്യാസ് ഉപയോഗിച്ചും കുറഞ്ഞ സമയം ഉപയോഗിച്ചും പാചകം ചെയ്യാൻ സാധിച്ചാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലെ കുക്കിംഗ് ഗ്യാസ്, സമയം, ഊർജം എന്നിവ ലാഭിക്കാൻ സഹായിക്കുന്ന ലളിതവും പ്രായോഗികവുമായ ചില കിച്ചൺ ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. നിങ്ങളൊരു വിദ്യാർത്ഥിയോ, ജോലി ചെയ്യുന്ന വ്യക്തിയോ, വീട്ടമ്മയോ അല്ലെങ്കിൽ സ്ഥിരമായി പാചകം ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ലളിതമായ പൊടിക്കൈകൾ നിങ്ങളുടെ ദൈനംദിന പാചകം വേഗത്തിലാക്കാനും മികച്ചതാക്കാനും നിങ്ങളുടെ പണവും ലാഭിക്കാനും സഹായിക്കും. അതിനായി ബുദ്ധിയോടെ പാചകം ചെയ്യുകയും കഠിനാധ്വാനം കുറയ്ക്കുകയുമാണ് വേണ്ടത്. പലരും വിചാരിക്കുന്നത് ഗ്യാസ് ലാഭിക്കുക എന്നാൽ കുറച്ച് ഫുഡ് മാത്രം കുക്ക് ചെയ്യുക എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പാചകം കുറയ്ക്കുക എന്നതല്ല, മറിച്ച് ബുദ്ധിപൂർവ്വം പാചകം ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. ഇതിനായി ഗ്യാസ് കത്തുന്ന സമയം കുറയ്ക്കുക, എനർജി പാഴാകാതെ കാര്യക്ഷമമായി ഉപയോഗിക്കുക, പാചകത്തിന് ആവശ്യമായ സാധനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക എന്നിവയാണ് ചെയ്യേണ്ടത്. ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അടുപ്പിന് മുന്നിൽ കൂടുതൽ സമയം നിൽക്കേണ്ട ആവശ്യമില്ലാതെ വരികയും ഗ്യാസും സമയവും ലാഭിക്കുകയും ചെയ്യാനാകും. ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പ് എല്ലാം തയ്യാറാക്കുക. പച്ചക്കറി മുറിക്കുമ്പോഴോ മസാലകൾ തിരയുമ്പോഴോ സാധനങ്ങൾ കഴുകുമ്പോഴോ ഒക്കെ ഗ്യാസ് അടുപ്പ് കത്തിച്ചു വെക്കുന്ന അബദ്ധം പലർക്കും പറ്റാറുണ്ട്. ഇതില്ലാതെ നോക്കണം. അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് മിക്കവാറും എല്ലാ സാധനങ്ങളും അരിയലും കഴുകലും അളക്കലും ഒക്കെ പൂർത്തിയാക്കുക. എണ്ണ, ഉപ്പ്, മസാലകൾ, മറ്റ് അത്യാവശ്യ പാത്രങ്ങൾ എന്നിവയെല്ലാം എളുപ്പത്തിൽ എടുക്കാൻ പാകത്തിൽ അടുത്ത് തന്നെ വെക്കുക. പുതിയതായി ഒരു വിഭവം ഉണ്ടാക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആദ്യം തന്നെ മുഴുവനായി വായിച്ചു മനസ്സിലാക്കുക. ഇതെല്ലാം ആദ്യമേ തയ്യാറാക്കി വെച്ചാൽ പാചക സമയം ഗണ്യമായി കുറയും. ഇത് ഗ്യാസ് ലാഭിക്കുക മാത്രമല്ല, പാചകം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും. അടുത്തതായി പാത്രങ്ങൾ മൂടി വെക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗ്യാസ് ലാഭിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണിത്. പാത്രങ്ങൾ തുറന്നു വെച്ച് പാചകം ചെയ്യുമ്പോൾ ചൂട് പെട്ടെന്ന് പുറത്തേക്ക് പോകും. ഇത് പാചകം ചെയ്യാൻ കൂടുതൽ സമയവും കൂടുതൽ ഗ്യാസും ആവശ്യമാക്കുന്നുണ്ട്. പാത്രങ്ങൾ ശരിയായി മൂടി വെക്കുന്നത് പാചകം വേഗത്തിലാക്കാൻ സഹായിക്കും. തിളപ്പിക്കുമ്പോഴോ ആവി കയറ്റുമ്പോഴോ ചെറുതീയിൽ വേവിക്കുമ്പോഴോ പാത്രങ്ങൾ മൂടി വെക്കുക. അതുപോലെ പരിപ്പ്, ചോറ്, പാസ്ത എന്നിവ ഉണ്ടാക്കുമ്പോൾ തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ മൂടി വെക്കാം. ഒപ്പം പുറത്തേക്ക് ഒഴുകിപ്പോകാതെ ശ്രദ്ധിക്കുകയും വേണം. കറികൾക്കും ഗ്രേവിക്കും പാത്രങ്ങൾ മൂടി വെച്ച് പാചകം ചെയ്യുന്നത് ചേരുവകൾ വേഗത്തിൽ ബ്ലെൻഡായി കിട്ടാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭക്ഷണം വേഗത്തിൽ പാകമാകുന്നതിനൊപ്പം തന്നെ അടുക്കളയിലെ ചൂട് കുറയ്ക്കുകയും ചെയ്യും എന്ന ഗുണവുമുണ്ട്. എല്ലാ ഭക്ഷണവും മൂടി വെച്ച് കുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഓർക്കണം. ഫ്രൈ ചെയ്യുമ്പോഴും മറ്റും മൂടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പാത്രത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് ഫ്ലെയിംസ് ക്രമീകരിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും പാത്രത്തിന്റെ വക്കിലൂടെ തീ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ഗ്യാസ് ഉയർന്ന തീയിൽ തന്നെ വെക്കുന്നതായി കാണാറുണ്ട്. ഈ അധിക തീ ഭക്ഷണം പാകമാക്കാൻ സഹായിക്കുന്നില്ല. പകരം ചുറ്റുമുള്ള വായുവിനെയും പാത്രത്തിന്റെ പുറംഭാഗത്തെയും ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ചെറിയ പാത്രങ്ങൾക്ക് ചെറിയ ബർണറും വലിയ പാത്രങ്ങൾക്ക് വലിയ ബർണറും ഉപയോഗിക്കുക. തീ പാത്രത്തിന്റെ അടിഭാഗം വിട്ട് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ക്രമീകരിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ തീ ഇടത്തരം അല്ലെങ്കിൽ കുറഞ്ഞ അളവിലേക്ക് മാറ്റുക. കുക്കിംഗ് മുഴുവൻ ഹൈ ഫ്ലെയിം വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചെറിയ മാറ്റം ഗ്യാസ് ലാഭിക്കുകയും ഭക്ഷണം അടിയിൽ പിടിക്കുന്നത് തടയുകയും ചെയ്യും. അതോടൊപ്പം വേവ് കൂടുതൽ എടുക്കുന്ന ഐറ്റംസ് കുതിർത്ത് വെക്കുന്നതും ശീലമാക്കാവുന്നതാണ്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മുൻകൂട്ടി കുതിർത്ത് വെച്ചാൽ വേഗത്തിൽ പാകമാകും. ഇത് ഗ്യാസ് ലാഭിക്കുക മാത്രമല്ല, ദഹനത്തിനും നല്ലതാണ്. ഗ്രീൻ പീസ്, കടല തുടങ്ങിയവയൊക്കെ കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ രാത്രി മുഴുവനോ കുതിർത്ത് വെക്കുക. ഇത് വേഗത്തിൽ വേവുകയും മൃദുവായി കിട്ടുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് ഒരുമിച്ച് വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് 2-3 ദിവസത്തേക്ക് വിവിധ വിഭവങ്ങളിൽ ഉപയോഗിക്കാം. ഇതുവഴി ധാരാളം സമയവും ഇന്ധനവും ലാഭിക്കാൻ സാധിക്കും. അതുപോലെ പ്രഷർ കുക്കർ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത് വഴിയും ഗ്യാസ് ലാഭിക്കാം. അടുക്കളയിലെ ഏറ്റവും കാര്യക്ഷമമായ ഉപകരണങ്ങളിലൊന്നാണ് പ്രഷർ കുക്കർ. തുറന്ന അടുപ്പിൽ വേവാൻ കൂടുതൽ സമയമെടുക്കുന്ന വിഭവങ്ങൾക്കായി കുക്കർ ഉപയോഗിക്കാം. പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, വേവ് കൂടിയ പച്ചക്കറികൾ എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം. മൾട്ടി കുക്കിംഗ് ഐഡിയ കൂടി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുക്കറിന്റെ അടിയിൽ പരിപ്പ് വെച്ച് അതിന് മുകളിൽ മറ്റൊരു ചെറിയ പാത്രത്തിൽ പച്ചക്കറികളോ ചോറോ ഒരുമിച്ച് വേവിക്കുക എന്നതാണ് ഈ രീതി. നിങ്ങളുടെ കുക്കറിൽ ഇത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ചെയ്യാവൂ എന്നതും ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ ഒരുമിച്ച് പാചകം ചെയ്യുന്നതും നല്ലതാണ്. ദിവസവും 3 നേരം പുതിയതായി പാചകം ചെയ്യുന്നത് ആവശ്യത്തിലധികം സമയവും ഗ്യാസും എടുക്കും. ഒരുമിച്ച് കൂടുതൽ അളവിൽ പാചകം ചെയ്ത് അവ ഉപയോഗിക്കുന്നതിനെയാണ് ബാച്ച് കുക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനായി കൂടുതൽ കറി ഉണ്ടാക്കി അടുത്ത ദിവസം ഉപയോഗിക്കുക. ഇതിൽ പച്ചക്കറികൾ ചേർത്തോ താളിച്ചോ സൂപ്പാക്കിയോ ഒക്കെ മാറ്റങ്ങൾ വരുത്താം. കൂടുതൽ ഉരുളക്കിഴങ്ങ്, കടല, പയർ എന്നിവയൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് സാലഡുകൾ, കട്ട്ലറ്റുകൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള തോരനുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം.
ഉള്ളി, തക്കാളി, മസാല പോലെയുള്ള ബേസിക് ഗ്രേവി കൂടുതൽ അളവിലുണ്ടാക്കി ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ചെറിയ ഭാഗങ്ങളായി സൂക്ഷിക്കുക. ഇത് പെട്ടെന്ന് മറ്റ് കറികൾക്കായി എടുക്കാവുന്നതാണ്. ഇതിനർത്ഥം പഴകിയ ഭക്ഷണം കഴിക്കുക എന്നതല്ല, മറിച്ച് ഒരുപാട് സമയമെടുക്കുന്ന ജോലി ഒരു തവണ ചെയ്തു തീർക്കുകയും പിന്നീട് പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്യുക എന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കേടുകൂടാതെ തന്നെ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും മറക്കരുത്. ജീവിതം ഏറെ എളുപ്പമാക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.